ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹെവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് കേട്ടോ. മൂന്നാറിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് മിസ്സായിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്ന് വെച്ചാൽ മൊത്തം മഴയായിരുന്നു. മഴയായിട്ട് ഞങ്ങൾക്ക് ഒന്നും നല്ലപോലെ കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ വന്നിട്ടായാലും ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മൂന്നാർ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴിയും ഞങ്ങൾ ഷോർട്ട് കട്ട് വന്ന വഴിയും ആനയെ കണ്ടത് എവിടെ വെച്ചാണ് ആ ഡീറ്റെയിൽ ഫുള്ളായിട്ട് നമുക്ക് ആ വഴിയെല്ലാം കണ്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് മൂന്നാർ വന്നതെന്നും പിന്നെ മൂന്നാർ എന്താ ഇടയ്ക്ക് വരുന്നതെന്നും ഇവിടെ എന്താണ് പരിപാടി എന്നൊക്കെ ഞങ്ങളുടെ മുമ്പോട്ടുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. നമ്മളങ്ങനെ പുളിമൂട്ടിൽ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഡീപ് വുഡ്സ് റിസോർട്ട്, അവിടെയാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ അല്ല, അവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ മുമ്പോട്ടുള്ള വീഡിയോയിൽ അറിയാം. എന്തിനാണ് അവിടെ വന്നത്, ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ഓഫ് റോഡൊക്കെ കയറിയതേ കാട്ടിന് നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയ ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തേയില ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഈ കാണുന്നതൊക്കെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച്. പിന്നെ നമ്മളിങ്ങനെ മുമ്പോട്ട് ഇവിടെ ജീപ്പൊക്കെ ആണ്, കൂടുതലും ജീപ്പും ഓട്ടോയൊക്കെയാണ് കേട്ടോ ഇവിടെ കയറി വരുന്നത്. ഫുള്ള് തേരിയും കാടും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെയും ആനയും കാട്ടുപോത്തും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. അതിൻ്റെ റിസോർട്ടുകളൊക്കെ കാണാം നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടോ. ഒത്തിരി റിസോർട്ടുകളും ഹോം സ്റ്റേസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ റോഡിൽ ഇൻ്റർലോക്ക് ആയിട്ടോ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മഴവെള്ളം എപ്പോഴും ഇങ്ങനെ കുത്തൊഴുക്ക് വരുന്നതുകൊണ്ട് ടാറിട്ട് കഴിഞ്ഞാൽ എല്ലാം ഡാമേജ് ആവും. അതുകൊണ്ട് പിന്നെ ദേ ഇവിടാണ് ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടെ നിന്നാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. ഇത്രയും നേരം വന്നിട്ട് ഫോറസ്റ്റിനകത്തൂടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ കാണാം ഫുള്ള് ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ആക്ച്വലി ടീ പ്ലാന്റേഷനകത്ത് കുറേ ഏരിയാസ് ഉണ്ട്. അതായത് അവർ തരം തിരിച്ചിട്ടുണ്ട്. പുതിയ നട്ട തേയില, പഴയ തേയില, പഴക്കം അനുസരിച്ച് അതനുസരിച്ചാണ് അവർ തേയില നുള്ളുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ബസ് ഒക്കെ കിടപ്പുണ്ട്, ഗ്രൂപ്പൊക്കെ വന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റോഡിൻ്റെ അവിടെ എത്തിയപ്പോഴാട്ടോ ആനയെ കണ്ടത്. എവിടെ എവിടെ കാട്ടുപോത്തിനെ കിട്ടിയിട്ടുണ്ട്. കാട്ടുപോത്ത് ഇത് അവിടെ റൈറ്റ് സൈഡിൽ ഒരു കാട്ടുപോത്തിനെ കാണുന്നുണ്ട്. കണ്ട് നമുക്ക് എന്തായാലും വണ്ടി നിർത്തി നോക്കാം ക്യാമറ കിട്ടുമെന്ന്. ഇല്ല നോക്കാം അവിടെ വണ്ടി കുത്തൊന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങി വരാം. എന്തായാലും ഇത്രയും ദൂരം ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് രക്ഷപ്പെടാം. നോക്കാം നമുക്ക് എന്തായാലും കിട്ടുമോ. ഇവിടെ നിർത്താം. നീ വരണ്ട, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു കാട്ടുപോത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് വരുന്ന വഴിക്ക്. സൂം ചെയ്ത് കാണിച്ചു തരാം. എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. കാണാം ദേ. പക്ഷേ അവിടെ നിന്ന് പതുക്കെ നടന്ന് പോകുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന റോഡ് സൈഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ആനയെ കണ്ട ഇവിടെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ നിൽക്കുന്ന സൈഡിൽ തന്നെയാണ് കാട്ടുപോത്തിനെ കണ്ടിട്ടുള്ളത്. കണ്ടോ, ചുറ്റും മൊത്തം ഫുള്ളായിട്ട് തേയിലക്കാടാണേ നമ്മളീ പോകുന്ന വഴിയിൽ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണേ. ഇത് ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റോഡ് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ബാക്കി താഴേക്ക് ഫുള്ള് ടീ പ്ലാന്റേഷനാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. മഞ്ഞൊക്കെ ഇറങ്ങി നമ്മൾ ചില സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് മഞ്ഞ് കവർ ചെയ്ത് ഇതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാവും. താഴേക്ക് ഒത്തിരി റിസോർട്ടുകളും പിന്നെ റോഡ് നമുക്ക് കാണാം. അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ, സൈഡിൽ കൂടെ റോഡുണ്ട്, വണ്ടികളൊക്കെ അതുവഴി വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ വന്നിരുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമുക്കിവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട് ഒത്തിരി പേര്. വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെയാണ്. ചില ടൈമിൽ ഫുള്ള് മിസ്റ്റായിരിക്കും, ചില ടൈമിൽ ഇതുപോലെ ഫുള്ള് തെളിഞ്ഞ് കിടക്കും. പക്ഷേ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണം കേട്ടോ, കുറച്ചുകൂടെ ഭംഗി കാണാം ഫുള്ളായിട്ട്. ഇതിവിടുന്ന് നമുക്ക് താഴേക്കുള്ള ഫുള്ള് ടീ പ്ലാന്റേഷൻ ഫുള്ള് കാണാം. വണ്ടികളൊക്കെ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് റോഡ് പോകുന്നത്. ഫുള്ള് നമുക്ക് കാണാം. ഭയങ്കര രസമാണ്. ഇപ്പോൾ ഒരുപാട് മഞ്ഞില്ല, മഞ്ഞ് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വ്യൂ മൊത്തം നമുക്ക് കാണാം. ഇത് നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്.
ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്ന് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും കേട്ടോ നമുക്ക് കുറേ നേരം. നല്ല ക്ലൈമറ്റും ആ വ്യൂവും ഭയങ്കര ഭംഗിയായതുകൊണ്ടേ. എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാമെന്ന് കരുതുന്നു. കുറച്ച് മുമ്പോട്ട് പോയിട്ട് കുറച്ച് താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും നിർത്തുന്നില്ല. ഫുള്ള് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉള്ള വീഡിയോസ് തന്നെ ഫുള്ള് അത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലൊരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ, വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ലയം കാര്യങ്ങൾ ഒക്കെ റൈറ്റ് സൈഡിൽ കാണാം കണ്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളും ലയങ്ങളും എല്ലാം ഷീറ്റ് ഇട്ടതാണ്. കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നും വലുതായിട്ട് കാണാനില്ല. പിന്നെ ചെറിയ കടകളൊക്കെ ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കടയൊക്കെ ഉള്ളൂ ഇവിടെ, ചെറിയ കടകൾ. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇവിടെയൊക്കെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വിരിപാറ വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇപ്രാവശ്യം കയറിയില്ല, നമുക്ക് ഒരുപാട് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്ടർഫോൾസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ വാട്ടർഫോൾസ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് കാണാൻ പറ്റും, ഒരു സൈൻ ബോർഡ്. അത് കഴിയുമ്പോൾ നമ്മളൊരു മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്താണ് നമ്മളവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്നത് നമ്മുടെ നേരിമംഗലം അടിമാലി റോഡിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. അപ്പോഴാണ് നമുക്കൊരു 20 കിലോമീറ്റർ ഷോർട്ട് കട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്ന വഴിക്കാൻ റൈറ്റ് സൈഡിൽ കാണാൻ കേട്ടോ ഒരുപാട് റിസോർട്ടുകളും പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല കുറച്ച് കയറ്റം ഇറക്കൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി. അതായത് നമ്മൾ നോർമലി വരുന്ന റോഡ് നമ്മൾ കറങ്ങി ചെറിയ ഹെയർപിന്നെ കയറി വരുമ്പോഴത്തേക്കും ഇത് ഡയറക്റ്റുള്ള കയറ്റമായിരിക്കും. നമ്മൾ കറങ്ങി ഒത്തിരി ടൈം എടുത്ത് വരുന്നതിന് വരെ ഇത് ഡയറക്റ്റുള്ള കയറ്റവും ഇറക്കമൊക്കെ ആയിരിക്കും. അപ്പോൾ വലിയ റിസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. കാരണം എല്ലാ വണ്ടികളും കയറി വരുന്നത്. ഇവിടെ നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്രയൊക്കെ ഈ വഴിയാണ് കേട്ടോ വരുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ആ മെയിൻ റോഡ് കവർ ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മാങ്കുളം സൈഡിലുള്ള ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, നമുക്ക് ഈ റോഡിൽ കാണാം. പക്ഷേ ആ റോഡ് കുറച്ചുകൂടെ ബെറ്ററാണ്, നല്ല റോഡാണ്. ലക്ഷ്മി എസ്റ്റേറ്റിനകത്തൂടെ വന്ന പോലത്തെ റോഡല്ല, കുറച്ച് അത്യാവശ്യം വീതിയുള്ള നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്രയ്ക്കും സുഖമാണ്, നല്ല വ്യൂ ആണ്, കാഴ്ചകളൊക്കെ കണ്ടു പോകാം. പിന്നെ ടീ പ്ലാന്റേഷനകത്തേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അതിന് നമുക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, കയറാൻ ഓപ്പണാണ് ഫുള്ള്. നമ്മുടെ മൂന്നാർ മെയിൻ റോഡ് വരുമ്പം കുറച്ച് എല്ലായിടത്തും നമുക്ക് സൈഡൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ടീ പ്ലാന്റേഷനകത്ത് കയറിയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ഇതേ ഒരു 4 കോട്ടേജസ് കാണാം കേട്ടോ. ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ കരുതും ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കണം പ്രോപ്പർട്ടി ഏതാണെന്ന്. അവിടെ വന്ന ഗസ്റ്റാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാട്ടോ ഈ വാട്ടർഫാൾ വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് കണ്ട വാട്ടർഫാളാണ്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് കാണാം, സൈൻ ബോർഡ്സ് എങ്ങോട്ടൊക്കെ ഉള്ളതാണ്. നേരെ പോയി കഴിഞ്ഞാൽ കല്ലാർ റോഡ്. അവിടുന്ന് നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വെയിറ്റിംഗ് ഷെഡ് കാണും കേട്ടോ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക്, ഒരു വെയിറ്റിംഗ് ഷെഡും ഓട്ടോ സ്റ്റാൻഡും. അവിടുന്ന് റൈറ്റ് എടുക്കുക. നേരെ റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് മച്ചിപ്ലാവ് നേരിമംഗലം റോഡ് എത്തുന്നത്. അപ്പം കൊല്ലം സൈഡ് എറണാകുളം സൈഡൊക്കെ പോകുന്നവർക്ക്, നേരിമംഗലം വഴി പോകുന്നവർക്കാണെങ്കിൽ ഈ റൂട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ വഴി പോകുമ്പോഴത്തേക്കൊരു പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കയറ്റം. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല, ഇറക്കമല്ലേ. അങ്ങനെ അത് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട റോഡാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഇങ്ങനെ വലിയ ഇറക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൗണ്ട് ചെയ്ത് ഒരുപാട് ഹെയർ പിന്ന് പോകുന്നതിന് പകരം ഒറ്റ ഇറക്കവും ഒറ്റ കയറ്റവും അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഈ സൈഡിൽ വേണ്ട മരമൊക്കെ വീണ് കിടക്കുന്ന കാണാം. ഇതുവഴി ജീപ്പും ഓട്ടോയും എല്ലാ വണ്ടിയും കയറി വരുന്നത്. KSRTCയുടെ ഉല്ലാസയാത്രയ്ക്ക് ഈ വഴി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കവും കയറ്റമാണ്. അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് പേടിക്കും, ഇതുവഴി നമ്മുടെ വണ്ടി കയറി വരുമോന്ന്. ഇതേ കാറൊക്കെ കയറി വരുന്നതാണ് കേട്ടോ. വണ്ടി വരുന്നതാണെന്ന് പറയും എന്തുമാത്രം ഡീപ്പായിട്ടുള്ള കയറ്റമാണെന്ന്. കയറി വരുന്ന വഴിക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ പാടാണ്. പിന്നെ ബാക്കിലോട്ട് വണ്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒന്ന് ക്ലച്ച് താങ്ങിയൊക്കെ വണ്ടി മേലോട്ട് എടുക്കാനായിട്ട്. കാറിലൊക്കെ 4 വീലേഴ്സൊക്കെ വരുമ്പോൾ KSRTC ഒക്കെ വന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ആളെ കയറി പതുക്കെ എടുത്തിട്ട് പോകാനേ പറ്റുള്ളൂ. അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതെ നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള എൻട്രൻസ് ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലൊരു ചർച്ചൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്.
അതായത് അടിമാലി നേര്യമംഗലം മെയിൻ റോഡ്. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ റൈറ്റ് എടുക്കുക. നോർമലി നമ്മൾ നേര്യമംഗലത്ത് നിന്ന് വരുമ്പോൾ ഈ റോഡ് കണ്ടിന്യൂ ചെയ്ത് തന്നെ ലെഫ്റ്റ് എടുക്കുക. നേരെ പോകുമ്പോഴാണ് നമ്മൾ അടിമാലി വഴി മൂന്നാർ എത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് വന്നിറങ്ങി ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോകുന്നത് നേര്യമംഗലത്തേക്കാണ്. ഇവിടുത്തെ പെട്ടെന്ന് നമ്മളൊരു ആനയെ കണ്ടു കേട്ടോ. ഞങ്ങൾ കരുതി കാട്ടാനേ ഇരിക്കുന്നു, പക്ഷേ അടുത്തെത്തിയപ്പോഴും അറിയാം നാട്ടാനെ. അവർ സ്പൈസസിൻ്റെയും പിന്നെ അവിടെ എലിഫൻറ്റ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നിർത്തിക്കുക റോഡ് സൈഡിൽ തന്നെ. നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ കാണാം. പിന്നെ നമ്മൾ വന്നത് വാലറ വാട്ടർഫാൾസ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതായിരുന്നു, പക്ഷേ അത് നമുക്ക് കറക്റ്റ് ആ ലൊക്കേഷൻ ഇപ്പോൾ പിടികിട്ടി കാണും എവിടെയാണെന്നുള്ളത്. നമ്മൾ എങ്ങോട്ട് വരുമ്പോഴാണ് ഈ സൈഡിലേക്ക് വരുമ്പോഴാണെന്നുള്ള ഡയറക്ഷൻ മനസ്സിലായി കാണും. വാലറ വാട്ടർഫാൾസ് അത്യാവശ്യം വെള്ളമുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കേട്ടോ, കാടിൻ്റെ അവിടെ നിന്ന്, കാടിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നത്. നമുക്ക് അതായത് നെരിമംഗലത്ത് നിന്ന് അടിമാലി റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഫസ്റ്റ് ചീയപ്പാറ, അത് കഴിഞ്ഞ് വാലറ. ചീയപ്പാറ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് അങ്ങോട്ട് അതും കാണാം നമുക്ക് പോകുന്ന വഴിക്ക്. അത്യാവശ്യം നല്ലൊരു വലിയ വാട്ടർഫാളാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കുറച്ച് ആശാന്മാരെ കാണാം കേട്ടോ. ഒത്തിരി കുരങ്ങന്മാരിരിപ്പുണ്ട് സൈഡിലെല്ലാം. ഇപ്പോൾ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചില ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാറൊക്കെ നിർത്തിയിട്ടേ കുറച്ച് റിസ്ക്കാണ്, ഇത് ചാടി കയറി വരും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഭയങ്കര രസമാണ്. ചീയപ്പാറ തൊട്ട് മേലോട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുരങ്ങനെ കാണാം. പിന്നെ നമ്മളിതേ ഇവിടെ ചീയപ്പാറ എത്തിയപ്പോഴത്തേക്കും നമുക്കറിയാം നല്ല ബ്ലോക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഇപ്പോൾ ഹോളിഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടുന്ന് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ചീയപ്പാറ ബസ്സായാലും കാറും വണ്ടികളും ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ആ ഷോപ്സൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ ആ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇപ്പം വീണ്ടും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പഴയ പോലെ ആ ഒരു വലിയ വെള്ളച്ചാട്ടം നമുക്ക് ഫീൽ ചെയ്യത്തില്ല കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് വെള്ളം കുറവാണ്. ഇപ്പം വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ലല്ലേ, കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരിതാണ്. ഒത്തിരി വണ്ടികൾ, നല്ല തിരക്കും, ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം തേയില, പിന്നെ ഈ കരിക്ക്, പിന്നെ അച്ചാറുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ കേട്ടോ. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല, നല്ല ബ്ലോക്ക് കേട്ടോ. വണ്ടി എടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേര്യമംഗലം ബ്രിഡ്ജാണ് കേട്ടോ. വലിയൊരു പാലം. നമ്മൾ മൂന്നാറോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു അട്രാക്ഷൻ അതാണ്. നേര്യമംഗലം ബ്രിഡ്ജ് കഴിഞ്ഞാലാണ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ വന്ന വഴി മൊത്തത്തിലങ്ങ് മാറും. നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ ഭയങ്കര തണുപ്പും കാലാവസ്ഥയൊക്കെ മൊത്തത്തിൽ മാറിപ്പോവും. ആ ഒരു ഫോറസ്റ്റിൻ്റെ ഫീലിംഗ്, ചെറിയ ചെറിയ കടകൾ, പിന്നെ സ്പൈസസിൻ്റെ ഷോപ്സ് കാര്യങ്ങൾ, പിന്നെ ഒത്തിരി കുരങ്ങന്മാരെ കാണാൻ പോകുന്ന വഴിക്ക്, അങ്ങനെ കുറേ മൊത്തത്തിൽ ഈ പാലം കടന്നു കഴിയുമ്പം നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്ന ആ മൂടെ മാറിപ്പോവും. ആ ഒരു അത്രയ്ക്കൊരിതാണ്. ആക്ച്വലി ഇത് പെരിയാർ റിവർ ക്രോസ് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. ഇടുക്കി എറണാകുളം ബോർഡറാണ് ആക്ച്വലി, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു സ്പേസാണിത്. അപ്പം പാലത്തിൻ്റെ അപ്പുറ സൈഡ് ആക്ച്വലി ഇത് എറണാകുളമാണ്. പിന്നെ നമ്മൾ ഇടുക്കിയിലേക്ക്, അതായത് മൂന്നാറിൻ്റെ എൻട്രൻസ് എന്നാണ് പറയുന്നത്, ഇവിടെ ഇടുക്കിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പാലം കഴിയുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇത് മൂന്നാറല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡൊക്കെ എത്തി, മാങ്കോട് പത്തനാപുരം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി, ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് നിന്നതാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ, ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു. ആ വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ വന്നപ്പോൾ തന്നെ അമ്മ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കിളികളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. കിളിക്ക് ഈ തുളസിയിലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ ലവ് ബേർഡ്സിൻ്റെ. നമ്മൾ കുറച്ച് കൊടുത്തപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ കേട്ടോ, ഇവിടെ വേറെ കുറച്ച് ആശാന്മാരുണ്ട് കേട്ടോ. നമ്മുടെ ഈ ലവ് ബേർഡ്സിന് കൊടുക്കുന്ന തിനയും അതിൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ താഴത്ത് വീഴുമ്പോഴത്തേക്കും അത് കഴിക്കാൻ വരുന്ന കുഞ്ഞു കുരുവികളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു നാരങ്ങ മരം നിൽപ്പുണ്ട്. അപ്പോൾ ആ നാരങ്ങ മരത്തിൽ ചെറിയ കൂടൊക്കെ കൂട്ടിയിട്ട് ഇവരൊത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 2 പേരെ കണ്ടുള്ളൂ. ഞങ്ങൾ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം ഇപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. ഓരോരുത്തരായി വന്നിട്ട് ഈ തിന ഒത്തിരി കൊത്തി കഴിക്കുന്നുണ്ട്. ഞാൻ ക്യാമറയൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാറി നിന്ന് പിടിക്കായിരുന്നു കേട്ടോ. അടിപൊളി. നമ്മുടെ ലവ് ബേർഡ്സൊക്കെ ഒത്തിരി ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുമ്പോൾ ഇവർക്കറിയാം തിനെ ഒത്തിരി താഴെ വീഴുമെന്ന്. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ ഇവർ വരും കേട്ടോ. കിളികളുടെ പുറകെ കൂടിയിട്ട് ഒത്തിരി സമയം പോയി കേട്ടോ. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കുറേ നേരം ഞാനിവിടെ നിന്നു. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കണം. നാളെ രാവിലെ എണീറ്റ് അടുത്ത പരിപാടിക്ക്, അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്.
ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.